നാളെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അവസാനത്തെ T20. നാളെ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ഇനിയൊരു പക്ഷേ സൗത്ത് ആഫ്രിക്ക നാളെ ജയിച്ചാൽ പരമ്പര സമനിലയാകും. അതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും നാളെ ജയിക്കേണ്ടതുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നലത്തെ മാച്ച് തന്നെ ഇന്ത്യ ഭാഗ്യം കൊണ്ടാണ് ജയിച്ചത്. ഇനിയൊരു റിസ്ക് എടുക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ടാണ് ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക നാലാം T20 കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു ഓപ്പണിംഗിൽ 2 കളി ഡെക്കായിട്ടുണ്ട്. അതുകൊണ്ട് സഞ്ജുവിന് ഇനി അവസരം കിട്ടുമോ എന്നാണ് ആരാധകർ സംശയിക്കുന്നത്. പക്ഷേ ഓപ്പണിംഗിൽ നിന്ന് സഞ്ജുവിനെ ഒരിക്കലും മാറ്റില്ല. സഞ്ജു ഇനി എത്ര ഡെക്കായാലും സഞ്ജു തന്നെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ്. ഇനി അഭിഷേക് ശർമ്മ കഴിഞ്ഞ മാച്ചിൽ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താരത്തെയും മാറ്റാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു സീരീസിൽ ജിതേഷ് ശർമ്മയ്ക്ക് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ സൂര്യ റെസ്റ്റ് എടുത്ത് ജിതേഷിന് അവസരം കൊടുക്കും. ഇങ്ങനെ വരുമ്പോൾ സഞ്ജുവിനാണ് ലോട്ടറി അടിക്കുന്നത്. സഞ്ജു ചിലപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ സാധ്യതയുണ്ട്. സൂര്യയെ കൂടാതെ ഹാർദിക് പാണ്ഡ്യ നാളെ റെസ്റ്റ് എടുക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കേണ്ടതായി വരും. ഈ ഒരു സീരീസിൽ അവസരം കിട്ടാത്ത താരങ്ങൾക്ക് നാളത്തെ മാച്ചിൽ അവസരം കൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. ബൗളിംഗിൽ ഇന്ത്യ പുതിയൊരു താരത്തെ ഇറക്കുകയാണ്. അത് മറ്റാരുമല്ല, വിജയകുമാർ വൈശാഖാണ്. നാളത്തെ മാച്ചിൽ താരം കളിച്ചേക്കും. ഇന്ത്യ നാളെ 2 കൽപ്പിച്ചാണ് ഇറങ്ങാൻ പോകുന്നത്. നാളത്തെ മാച്ച് ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. അപ്പോൾ നാളത്തെ പ്ലേയിങ് 11 നോക്കാം. സഞ്ജു, അഭിഷേക്, ജിതേഷ് ശർമ്മ, തിലക് വർമ്മ, റിങ്കു സിംഗ്, രമൺദീപ് സിംഗ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, ഹർഷദീപ് സിംഗ്, വിജയകുമാർ വൈശാഖ്, രവി ബിഷ്ണോയ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. സൂര്യയും പാണ്ഡ്യയും നാളെ റെസ്റ്റ് എടുക്കുന്നത് കൊണ്ട് സഞ്ജുവിന് ടീമിന്റെ ഭാരം ഉണ്ടായിരിക്കും. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലായിരിക്കും ഇന്ത്യ കളിക്കാൻ പോകുന്നത്. നാളെ ജയിച്ചാൽ അത് ഇന്ത്യക്ക് ചരിത്രമാണ്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യക്ക് പരമ്പര നേടാം. അപ്പോൾ നമുക്ക് നാളത്തെ 4ാം T20 വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.